നമസ്കാരം. മുൻ നിർമ്മാണ പങ്കാളികളായ വിജയ് ബാബുവും സാന്ദ്ര തോമസ് തമ്മിലുള്ള തർക്കം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് സാന്ദ്രയ്ക്ക് തിരിച്ചടി നേരിടത്തിന് പിന്നാലെ വിജയ് ബാബു നടത്തിയ പരിഹാസമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാന്ദ്രയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് അവർ കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ ഹർജി കോടതി തള്ളിയതോടെ സാന്ദ്രയ്ക്ക് തിരിച്ചടിയായി. ഇതിനു പിന്നാലെ വളർത്തുനായുടെ ചിത്രം പങ്കുവച്ച് വിജയ് ബാബു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പാർട്ണർഷിപ്പ് ഒഴിവാക്കിയപ്പോൾ നിനക്ക് പകരം ഞാൻ ഒരാളെ ദത്തെടുത്തു. അതെ, സാന്ദ്ര പറഞ്ഞത് ശരിയാണ്. നായകൾ മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ കഴിയുന്നവരാണെന്നായിരുന്നു വിജയ് ബാബുവിന്റെ കുറിപ്പ്. വിജയ് ബാബുവിന്റെ പോസ്റ്റിന് പിന്നാലെ ശക്തമായ മറുപടിയുമായി സാന്ദ്ര തോമസും രംഗത്തെത്തി. താൻ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ണറായിരുന്ന 2016 വരെയുള്ള സെൻസർ ക്രെഡിറ്റുകൾ തന്റെ പേരിൽ തന്നെയാണെന്നും അതിനാൽ സംഘടനയിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തനിക്ക് നിയമപരമായ യോഗ്യതയുണ്ടെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷന്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം, എന്നാൽ പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിലാണ് പേടി. ഇത് സാന്ദ്ര രൂക്ഷമായി പ്രതികരിച്ചു. നിർമ്മാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങളുടെ എല്ലാം തുടക്കം. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് നൽകിയ പത്രിക ബൈലോ പ്രകാരം 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് സ്വന്തം പേരിൽ വേണമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി ഭരണാധികാരി തള്ളിയിരുന്നു. ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് സാന്ദ്ര പിരിഞ്ഞ ശേഷം ഈ സ്ഥാപനവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വിജയ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഇതോടെയാണ് തർക്കം വ്യക്തിപരമായ തലത്തിലേക്ക് മാറിയത്. ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ച സാന്ദ്രയുടെ നടപടിക്ക് എതിരായിരുന്നു വിജയ് ബാബുവിന്റെ ആദ്യത്തെ പ്രതികരണം. എന്തൊക്കെയായാലും ഇവരുടെ ഈ അടി സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്.